ഹായ് എവറി വൺ, ആപ്പിൾ ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ടൈമിൽ, അതായത് ജൂൺ 2025 ചോദിച്ച ഫെമിനിസം റിലേറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 1 വീഡിയോ ആയിരുന്നു ചെയ്തത്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫെമിനിസം റിലേറ്റഡ് ആയിട്ട് ഈ റീസെൻറ്റ് ടേമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും ലാസ്റ്റ് ക്വസ്റ്റ്യനും ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ളതായിരുന്നു. ഈ ക്വസ്റ്റ്യനും ക്രൊണോളജിക്കലി വർക്ക്സിന് അറേഞ്ച് ചെയ്യാനുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Arrange the following works of criticism chronologically: Gender Trouble, A History of Gay Literature, History of Sexuality, The New Lesbian Criticism, and Bodies That Matter. ഇതിൽ കുറച്ച് വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, കുറച്ച് വർക്ക്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഇയേഴ്സ് അറിഞ്ഞാലേ നമുക്കിത് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ വർക്ക്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വർക്ക് ഇസ് ജെൻഡർ ട്രബിൾ. ജെൻഡർ ട്രബിൾ നിങ്ങൾക്ക് അറിയാവുന്ന വർക്കാണ്, ബിക്കോസ് ഇറ്റ്സ് എ പോപ്പുലർ വർക്ക്. ജൂഡിത്ത് ബട്ട്ലറിൻ്റെ 1989 വർക്കാണ്. ജൂഡിത്ത് ബട്ട്ലർ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ജെൻഡർ തിയറിസ്റ്റ് ആണ്. ആൻഡ് ജെൻഡർ ട്രബിൾ വാസ് പബ്ലിഷ്ഡ് ഇൻ 1989. ഇതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത്. അതായത് ജെൻഡർ ഇസ് പെർഫോമേറ്റീവ് എന്നാണ് പറയുന്നത്. പെർഫോമേറ്റീവ് എന്ന് വെച്ചാൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന ഒരു കാര്യമല്ല. സോഷ്യലി കൾച്ചറലി നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മളുടെ ജെൻഡർ എന്നാണ് ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത്. ഈ പെർഫോമേറ്റിവിറ്റി തിയറി ആദ്യമായിട്ട് പറയുന്നതും ജെൻഡർ ട്രബിളിലാണ്. ജെൻഡർ ഒരു ഫിക്സഡ് ട്രെയ്റ്റോ ഒരു ഫിക്സഡ് കാര്യമല്ല, പക്ഷെ നമ്മൾ സോഷ്യലി റിപ്പീറ്റഡ് ബിഹേവിയേഴ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന എന്താണോ അതാണ് ജെൻഡർ എന്നാണ് പെർഫോമേറ്റിവിറ്റി തിയറിയിൽ ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത്. അടുത്തത് എന്താ പറയുന്നത്? സബ്വേർഷൻ ഓഫ് ജെൻഡർ ആൻഡ് ദ ക്രിട്ടീക്ക് ഓഫ് ബൈനറി നോംസ്. അതായത് ട്രഡീഷണൽ ജെൻഡർ നോംസ്, അതായത് 2 ബൈനറീസിലാണ്, മാൻ ആൻഡ് വുമൺ എന്ന് പറയുന്ന ഈ ഒരു ഹെട്രോനോമേറ്റിവിറ്റിയിലാണ് ട്രഡീഷണൽ ജെൻഡർ നോംസ് ഉള്ളത്. ഒന്നെങ്കിൽ മാൻ അല്ലെങ്കിൽ വുമൺ എന്നുള്ള ഈ 2 ബൈനറീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ സബ്വേർട്ട് ചെയ്യാണ്, ഇതിനെ ക്രിട്ടീക്ക് ചെയ്യും കൂടി ചെയ്യാണ് ജൂഡിത്ത് ബട്ട്ലർ ജെൻഡർ ട്രബിൾ എന്ന് പറയുന്ന ഒരു എസ്സേയിലൂടെ. അതായത് ഇത് വളരെ എൻഫോഴ്സിങ്ങും ഇത് വളരെ ലിമിറ്റിങ്ങുമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഓഫ് കോഴ്സ് അതിൻ്റെ ആ സെഞ്ച്വറിയിൽ നടന്ന കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ മോശം വശങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. അതായത് ഹിസ്റ്ററി ഓഫ് ഗേ ലിറ്ററേച്ചർ, ദ മെയിൽ ട്രഡീഷൻ. ഇത് ഗ്രിഗറി വുഡ്സിൻ്റെ ഒരു വർക്കാണ്. ദാറ്റ് വാസ് ഓൾസോ പബ്ലിഷ്ഡ് ഇൻ 1998. ഇതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഗ്രിഗറി വുഡ്സ് പറയുന്നത്. അതായത് ഹിസ്റ്ററിക്കൽ കണ്ടിന്യൂറ്റി ആൻഡ് ഇൻ്റർനാഷണലിസം. ഇതിലെന്താ പറയുന്നത്? ഹിസ്റ്ററിക്കൽ കണ്ടിന്യൂറ്റി ആൻഡ് ഇൻ്റർനാഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഹിസ്റ്ററിക്കലി കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അതായത് ഗേ ലിറ്ററേച്ചർ ഹാസ് ബീൻ ദെയർ ബിഫോർ, പക്ഷേ അതിനൊരു വിസിബിലിറ്റി കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു റീ ഇവാലുവേഷൻ റീഇൻറ്റർപ്രിട്ടേഷൻ ഒന്നും നടന്നിട്ടില്ല. അത് 17th century ഗ്രീക്കോ റോമൻ ലിറ്ററേച്ചർ മുതൽ നമ്മുടെ ഇറ്റാലിയൻ റിനൈസൻസ് വരെ, അതായത് എലിസബത്തൻ ഇംഗ്ലണ്ടിലും ഒക്കെ ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് എഴുത്തിൽ കാണാമായിരുന്നു. പക്ഷെ അത് ആ ഒരു രീതിയിൽ വായിക്കാനോ അതിന് ഇവാലുവേറ്റ് ചെയ്യാനോ കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ആ റീഇവാലുവേഷൻ ആണ് ഇതിൽ നടക്കാതിരുന്നത്. ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൾച്ചറിലേക്കോ പർട്ടിക്കുലർ ലാംഗ്വേജിലേക്കോ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമില്ല. ഇതൊരു ഇൻ്റർനാഷണൽ ആൻഡ് ക്രോസ് കൾച്ചറൽ ഫിനോമിനയാണ് ഈ ഗേ ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ ദെയർ, പക്ഷെ അത് വിസിബിൾ അല്ലായിരുന്നു, അല്ലെങ്കിൽ അതിനെ ആ രീതിയിലെടുത്ത് പഠിക്കാനുള്ള ഒരു കാര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഗ്രിഗറി വുഡ്സ് പറയുന്നത്. വിസിബിലിറ്റി, റിവാലുവേഷൻ ആൻഡ് ലിറ്റററി സിഗ്നിഫിക്കൻസ്. അതായത് ഇതിൻ്റെ ഒരു റീക്ലെയിമിങ്, ഒരു ഇവാലുവേറ്റിംഗ് നടന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോയത് എന്നാണ് ഗ്രിഗറി വുഡ്സ് പറയുന്നത്. മെയിൽ വർക്ക്സിനെ ഒരു ഗേ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കി കാണുന്ന ഒരു ക്രിട്ടിക്കൽ ഫിനോമിന ആണ് നടക്കാതെ പോയിരുന്നത്. ഇറ്റ് ഹാസ് ബീൻ ദെയർ എന്ന് അസേർട്ട് ചെയ്യാണ് ഗ്രിഗറി വുഡ്സ്. ആൻഡ് ഇതിൻ്റെ ഇയർ നോക്കണം, 1998. അടുത്ത വർക്ക് നോക്കാം. അടുത്ത വർക്ക് മൈക്കൽ ഫൂക്കോയുടെ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ വർക്കാണ്. ഇതും നിങ്ങൾക്ക് കുറച്ച് അറിയാവുന്ന വർക്കായിരിക്കും. ഇയറൊക്കെ ഫെമിലിയർ ആയിരിക്കണം എന്നില്ല, എന്നാൽ പോലും ഇത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഫൂക്കോയുടെ വർക്കാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1976. അപ്പോൾ ഇതിലെന്താണ് ഫൂക്കോ മെയിനായിട്ട് പറയുന്നത് നോക്കാം. ദ റിപ്രസീവ് ഹൈപ്പോത്തസിസ് ആൻഡ് ദ പ്രോലിഫറേഷൻ ഓഫ് ഡിസ്കോഴ്സ്. അതായത് ഈ 17th century 18th century കാലഘട്ടത്തിൽ സെക്ഷുവാലിറ്റി വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ആളുകൾക്ക് അങ്ങനെ സ്വന്തം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു
അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പൊതുവെയുള്ളൊരു ബിലീഫ്. ഫൂക്കോ ഇതിനെ സബ്വേർട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ബിലീഫ് ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഈ 17th സെഞ്ച്വറി 18th സെഞ്ച്വറി ലിറ്ററേച്ചറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആളുകൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു കൺട്രോൾഡ് മാനറിലായിരുന്നു എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. സൊസൈറ്റി അതിന് അനുവദിച്ചിരുന്നില്ല. ഡോക്ടേഴ്സ് ആയാലും സൈക്കോളജിസ്റ്റ് ആയാലും എഡ്യൂക്കേറ്റേഴ്സ് ആയാലും ഈ സെക്ഷുവാലിറ്റിയുടെ എടുത്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങളും ആ സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷേ സൊസൈറ്റി അതിന് അധികം സമ്മതിച്ചിരുന്നില്ല. അതായത് സൊസൈറ്റി അതിനൊരു എൻകറേജ്മെൻറ്റ് കൊടുത്തിരുന്നില്ല. സെക്ഷുവാലിറ്റിനെ കുറിച്ച് ഉള്ള പഠനങ്ങൾക്കും സ്റ്റഡീസിനും മറ്റ് റിസർച്ചിനും ഒന്നും ഒരു എൻകറേജ്മെൻറ്റ് കൊടുത്തിരുന്നില്ല എന്നാണ് ഫൂക്കോ ഇതിലൂടെ പറയുന്നത്. ആൻഡ് അടുത്ത പോയിന്റ് പവർ ആൻഡ് പ്ലഷർ. പവർ ആൻഡ് പ്ലഷർ എന്ന് പറഞ്ഞത് രണ്ടും വളരെ ഇൻ്റർലിങ്ക്ഡ് ആണ് എന്നാണ് ഫൂക്കോ ഇതിലൂടെ പറയുന്നത്. ദാറ്റ് സെക്ഷുവാലിറ്റി ഇസ് ഇൻറ്റിമേറ്റ്ലി റിലേറ്റഡ് ടു പവർ എന്നാണ് പറയുന്നത്. അതായത് പവർ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ലിമിറ്റിംഗ്, ഒരു റെസ്ട്രിക്റ്റിംഗ്, റെഗുലേറ്റിംഗ് ഫാക്ടറാണ് എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരാം. പക്ഷെ ഫൂക്കോ പറയുന്നത് പവർ റെഗുലേറ്റ് ചെയ്യുന്നൊരു കാര്യം മാത്രമല്ല, പവർ ഒരു പ്രൊഡക്റ്റീവ് ഫോഴ്സും കൂടിയായിട്ടാണ് ഈ സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ പ്ലഷർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന, അതായത് ഒരു നോളജ് ക്രിയേഷനും കൂടെ ഇതിൽ നടക്കുന്നുണ്ട് എന്നാണ് ഫൂക്കോ ഈ പവർ ആൻഡ് പ്ലഷർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട്, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർ ഓൾസോ ക്രിയേറ്റ്സ് നോളജ് എന്നാണ് പറയുന്നത്. പെർപെക്ച്വൽ സ്പൈറൽസ് ഓഫ് പവർ ആൻഡ് പ്ലഷർ എന്നാണ് ഫൂക്കോ അതിന് ഉപയോഗിക്കുന്ന ടേം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റിയിൽ ഫൂക്കോ പറയുന്നത്. ഇയർ ഓർമ്മിക്കുക 1976. അടുത്ത വർക്ക് ന്യൂ ലെസ്ബിയൻ ക്രിറ്റിസിസം ലിറ്റററി ആൻഡ് കൾച്ചറൽ റീഡിങ്സ് എന്ന് പറഞ്ഞ വർക്കാണ്. ഇതൊരു കളക്ഷൻ ഓഫ് വർക്ക്സ് ആണ്. എഡിറ്റർ ഇസ് സാലി മണ്ട്. ഇത് പബ്ലിഷ് ചെയ്ത വർഷം 1992 ആണ്. ഇതിലെന്തൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത് നോക്കാം. അതായത് ഇൻ്റർസെക്ഷൻ ഓഫ് ലെസ്ബിയൻ ക്രിറ്റിസിസം വിത്ത് ഫെമിനിസ്റ്റ് ആൻഡ് സെക്ഷുവാലിറ്റി സ്റ്റഡീസ്. അതായത് എങ്ങനെയാണ് ഈ ലെസ്ബിയൻ ക്രിറ്റിസിസം കൺവെൻഷണൽ മെത്തഡോളജീസിനെ ചാലഞ്ച് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതായത് ഈ പുതിയ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസവും അതുപോലെ സെക്ഷൽ ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റഡീസും എല്ലാം ഇതിൻ്റെ എല്ലാം പേഴ്സ്പെക്റ്റീവ്സ് ഉൾക്കൊള്ളിച്ച് എങ്ങനെയാണ് ഈ ലെസ്ബിയൻ ക്രിറ്റിസിസം ഈ കൺവെൻഷണൽ മെത്തഡോളജീസിനെ ചാലഞ്ച് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതുപോലെ നമുക്ക് ശരിക്കും ഒരു ലെസ്ബിയൻ എസ്തെറ്റിക്സ് ഉണ്ടോ ഈ വർക്ക്സൊക്കെ അനലൈസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ വേണ്ടി? ശരിക്കും ഈസ് ദർ ലെസ്ബിയൻ എസ്തെറ്റിക്സ് എന്നുള്ളതും ഇതിൽ ചർച്ചയാവുന്നുണ്ട്. അടുത്തത് ക്ലോസ് റീഡിങ്സ് അക്രോസ് ഡൈവേഴ്സ് ലിറ്റററി ആൻഡ് കൾച്ചറൽ ടെക്സ്റ്റ്. ഒരുപാട് ടെക്സ്റ്റുകൾ എടുത്ത് പഠിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ആർ ഓഡ്രി ലോഡയുടെ ജമി എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് പഠിക്കുന്നുണ്ട്. ജാനറ്റ് വിൻഡേഴ്സിൻ്റെ ഓറഞ്ചസ് ആർ നോട്ട് ദ ഓൺലി ഫ്രൂട്ട് എന്ന് പറഞ്ഞ വർക്ക് എടുത്ത് പഠിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഹോമോ എറോട്ടിക് ആൻഡ് ലെസ്ബിയൻ വർക്ക്സ് എടുത്തിട്ട് പഠിക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇയർ ഓർമ്മിക്കുക, ദാറ്റ് ഈസ് 1992. എഡിറ്റർ ഇസ് സാലി മണ്ട്. നിങ്ങൾക്ക് അത്ര പോപ്പുലർ അല്ലാത്തൊരു വർക്കാണ്, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. അടുത്ത വർക്ക് നോക്കാം. അടുത്ത വർക്ക് ജൂഡിത്ത് ബട്ട്ലറിൻ്റെ ബോഡീസ് ദാറ്റ് മാറ്റർ എന്ന് പറഞ്ഞ വർക്കാണ്. ജൂഡിത്ത് ബട്ട്ലറിൻ്റെ രണ്ടാമത്തെ വർക്കാണ് നമുക്ക് ഓപ്ഷനിൽ കിട്ടുന്നത്. ആദ്യം നമുക്ക് ജെൻഡർ ട്രബിളും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് 1993 പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഇതിൽ ജെൻഡർ ട്രബിളിൽ പറഞ്ഞിട്ടുള്ള തിയറി ഓഫ് പെർഫോമേറ്റിവിറ്റിയുടെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ബോഡീസ് ദാറ്റ് മാറ്ററിലും പറയുന്നത്. അതായത് ജെൻഡർ ആൻഡ് സെക്സ് ആസ് പെർഫോമേറ്റിവിറ്റി. നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്താണോ അതാണ് ജെൻഡർ. നമുക്ക് ബൈ ബർത്ത് ഉള്ള എന്താണോ അത് ജെൻഡർ അല്ല. വാട്ട് വി പെർഫോം ദാറ്റ് ബിക്കംസ് ജെൻഡർ എന്നാണ് ജൂഡിത്ത് ബട്ട്ലർ ഇതിലും പറയുന്നത്. അതായത് കണ്ടിന്യൂസ്ലി റെഗുലേറ്റഡ് ആൻഡ് എനാക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ജെൻഡർ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത പോയിന്റ് നോക്കാം. ദാറ്റ് ഈസ് ദ മെറ്റീരിയാലിറ്റി ഓഫ് ബോഡീസ് ആൻഡ് സോഷ്യൽ റെഗുലേഷൻ. അതായത് ബോഡി എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ കാര്യമല്ല, ബയോളജിക്കലി ഉണ്ടാവുന്നൊരു കാര്യമല്ല ബോഡി. ബട്ട് പവർ, കൾച്ചറൽ, ലാംഗ്വേജ്, ഡിസ്കോഴ്സസ് എല്ലാം കൂടെ ഷേപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ബോഡി എന്നാണ് ജൂഡിത്ത് ബട്ട്ലർ ഇതിലൂടെ പറയുന്നത്. ബോഡീസ് ബിക്കം മാറ്റേഴ്സ് ത്രൂ എ സോഷ്യൽ ആൻഡ് റെഗുലേറ്ററി പ്രോസസ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കി, ഓരോ വർക്ക്സിലും എന്താണ് പറയുന്നത് എന്ന് നമ്മൾ നോക്കി. ഇനി നമുക്കിതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. അതായത് ഇതിൽ ആദ്യം വരുന്ന വർക്ക് ഈസ് ഹിസ്റ്ററി ഓഫ്
സെക്ഷുവാലിറ്റി, ഫൂക്കോയുടെ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി ആണ് ആദ്യത്തെ. ഈ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട വർക്ക് ഫൂക്കോയുടെ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി ആണ്. അതായത് അതാണ് 1976 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക്. പിന്നെ വരുന്നത് ജൂഡിത്ത് ബട്ട്ലറിന് തന്നെ ജെൻഡർ ട്രബിൾ ആണ്. അത് 1989 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. പിന്നെ വരുന്നത് ന്യൂ ലെസ്ബിയൻ ക്രിറ്റിസിസം, ലിറ്റററി ആൻഡ് കൾച്ചറൽ റീഡിങ്സ് ആണ്. 1992 വർക്കാണ്. ദെൻ ബോഡീസ് ദാറ്റ് മാറ്റർ പബ്ലിഷ് ചെയ്യുന്നത് 1993 പിന്നെ വരുന്നത് ദ ഹിസ്റ്ററി ഓഫ് ഗേ ലിറ്ററേച്ചർ ഇസ് പബ്ലിഷ്ഡ് ഇൻ 1998. അപ്പോൾ എങ്ങനെയാണ് ക്രൊണോളജിക്കലി ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടത്? അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി 3, അതായത് CADEB. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ എല്ലാ ഓപ്ഷൻസിലും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഇനിയുള്ള സീരീസിൽ കാണാം. താങ്ക് യു.